നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പടക്കളം അതിൻ്റെ രണ്ടാം ഘട്ടം സഞ്ചാരം ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ്. വടകരയിലെത്തിയ പടക്കളം രണ്ടാം വരവിൽ പേരാമ്പ്രയിലാണ് ഇന്നുള്ളത്. പേരാമ്പ്ര പൗരാവലി വളരെ സജീവമായി പടക്കളത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ശ്രീ എസ് കെ സജീഷ് CPIM LDF, VB രാജേഷ് ചെറുവണ്ണൂർ കോൺഗ്രസ് UDF, അഡ്വക്കേറ്റ് V സത്യൻ BJP NDA. സജീഷ്, നമ്മൾ ഇതിനു മുമ്പ് വടകരയിൽ നിന്ന് പടക്കളത്തിൻ്റെ ഒന്നാം ഭാഗം സംസാരിക്കുന്ന ഘട്ടത്തിൽ അന്ന് കെ മുരളീധരൻ ഇവിടെ നിന്ന് മാറി ഷാഫി പറമ്പിലൂടെ സ്ഥാനാർത്ഥിയായി വരുന്നു. അതിനും വളരെ മുമ്പ് തന്നെ ഷൈല ടീച്ചർ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി വടകരയിൽ കളം പിടിച്ചിരുന്നു. ആ ഏതാണ്ട് ഒരു മാസക്കാലത്തിന് ശേഷമാണ് പടക്കളം വീണ്ടും വടകരയിലേക്ക് എത്തുന്നത്. ഞങ്ങളൊന്ന് മാറ്റിപ്പിടിച്ച് പേരാമ്പ്രയിലെത്തി. ഈ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരൊറ്റ മാസം കൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ പൊതുചിത്രം LDF കുറെ കൂടി ശക്തമായി ഒപ്പമാക്കി എന്നാണോ വിചാരിക്കുന്നത് നിങ്ങൾ? എന്താണ് അതിന് ആധാരമായ ഘടകങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ ഒരു മാസത്തെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ കൂടിയാകുമ്പോൾ ഈ മണ്ഡലത്തിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഷൈല ടീച്ചറെ പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യവും ഉണ്ടായില്ല. ഒരു വീട്ടിൽ കടന്നു ചെല്ലുമ്പോഴും ആ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ എല്ലാ ആളുകളും ഒറ്റ മനസ്സോടുകൂടി ഹൃദയത്തിൽ ഷൈല ടീച്ചറെ സ്വീകരിച്ച ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസമായി മാറിയത്. ഒരു പ്രത്യേക പരിചയപ്പെടുത്തൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിരുന്നില്ല. മറ്റൊന്ന്, താങ്കൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ UDFും കോൺഗ്രസുമെല്ലാം കെ മുരളീധരന് വേണ്ടി ഒരുങ്ങിയിരുന്നു. കഴിഞ്ഞ വടകരയിലെ ചർച്ച ഒരു തർക്കത്തിൽ അവസാനിച്ച് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങളൊരു ബോർഡ് പോലും കെ മുരളീധരന് വേണ്ടി വെച്ചിട്ടില്ല എന്നതായിരുന്നു തർക്കം. കൂടിയ ആളുകളെല്ലാം ബോർഡിൻ്റെ ഫോട്ടോവും ചുമരെഴുത്തിൻ്റെ ഫോട്ടോവും എല്ലാം വന്ന് അവിടെ അവരെ പരാജയപ്പെടുത്തിയ ഒരു സംഭവം കൂടി കഴിഞ്ഞ ചർച്ചയുടെ ഭാഗമായി നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കെ മുരളീധരനെ ഓടിച്ചതാണോ സ്വയം ഓടിയതാണോ എന്ന് നമുക്കറിയില്ല. ഈ മണ്ഡലത്തിൽ നിന്നും ഷൈല ടീച്ചർ വരുന്നതോടുകൂടി മാറുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന് മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടായി. രാജ്യത്താകമാനം ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടുള്ള ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആയി സ്വന്തം സഹോദരിയും മാറി. അങ്ങനെ മാറിയപ്പോഴുണ്ടായ ഒരു പ്രശ്നവും അദ്ദേഹം നേരിട്ടു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കാമെന്ന ചോദ്യം വല്ലാതെ ഉയർന്നു വരികയാണ്. നമ്മൾ പാർലമെൻറ്റിലേക്കാണ് ആളെ തിരഞ്ഞെടുക്കുന്നത്. ഈ പാർലമെൻറ്റിലേക്ക് തന്നെ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിൽ നടന്നപ്പോൾ അവിടെ 6 MLAമാർ കൂറുമാറിയാണ് അവിടെ മനോജ് അഭിഷേക് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് തോറ്റുപോയി. പകരം BJPയുടെ MPയെ ആഴ്ചകൾക്ക് മുമ്പാണ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയച്ചത്. അതായത്, ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സാധാരണഗതിയിലുള്ള പാർട്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലുമൊക്കെ പോകുന്നതൊക്കെ സ്വാഭാവികമാണ്. അഭിപ്രായ വ്യത്യാസം കൊണ്ട് പോയേക്കാം. പക്ഷേ കോൺഗ്രസ്സിന് സംഭവിക്കുന്നത് വ്യത്യസ്തമായ രീതിയാണ്. 13 മുൻ മുഖ്യമന്ത്രിമാർ, ഏറെ പ്രമുഖരായിട്ടുള്ള, ഞാൻ പേരെണ്ണി പറയുന്നില്ല, നാട്ടുകാർക്കെല്ലാം അറിയാം, അപ്പുറത്തുള്ള കർണാടക മുതൽ അങ്ങോട്ട് 13ഓളം വരുന്ന മുഖ്യമന്ത്രിമാർ. അതുപോലെ തന്നെ ഇന്ന് ഈ രാജ്യത്ത് നമ്മൾ BJPയുടെ അപകടത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷണത്തെക്കുറിച്ചും എല്ലാം പറയുമ്പോൾ ഇത് ചർച്ച ചെയ്യുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൽ BJPക്ക് ആ കരുത്തുണ്ടായ 303 MPമാരുണ്ടല്ലോ. ആ 303 MPമാരിൽ 112 പേരും കോൺഗ്രസ്സുകാരാണ്. 191 പേര് BJPക്കാരായിട്ടുള്ളൂ. 193 പേർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമായിരുന്നു? 191 പേരാണ് BJPക്ക് പാർലമെൻറ്റ് ഉള്ളതെങ്കിൽ മോദി മറ്റാരുടെയും കാരുണ്യത്തിൽ നിൽക്കുകയല്ലാതെ പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള ഒരു നിയമവും കാപ്പായ കടലാസ് ഉയർത്തി ഇതാ ഞാൻ കാശ്മീരിൻ്റെ അവകാശം നിഷേധിക്കുന്നു എന്ന് അമിത്ഷായ്ക്ക് പറയാൻ വേണ്ടി കഴിയില്ലായിരുന്നു. ആ പറയാനുള്ള കരുത്ത് എന്ന് പറയുന്നത് 112 കോൺഗ്രസിൻ്റെ MPമാർ BJPക്ക് വേണ്ടി ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൈപൊക്കുന്നു എന്നുള്ളതാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ BJPയുടെ ഏറ്റവും ഒടുവിൽ BJPയുടെ പത്രിക വന്നപ്പോഴാണ് ഏറ്റവും രസകരമായി തോന്നിയത്. 5 പേര് കോൺഗ്രസ്സുകാരാണ്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ 20 ലോക്സഭാ മണ്ഡലത്തിൽ 5 പേർ കോൺഗ്രസ്സുകാരാണ്. ചില്ലറക്കാരല്ല കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള, ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, തൊട്ടപ്പുറത്ത് കണ്ണൂർ മത്സരിക്കുന്ന ആരാ?
ആദ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെങ്കിൽ പിണറായി വിജയനെ തന്നെ തോൽപ്പിക്കണം. അതിനാരുണ്ട്? അതിന് സാക്ഷാൽ കെ സുധാകരൻ, KPCC പ്രസിഡന്റ്. എന്തായിരുന്നു സുധാകരൻ പറഞ്ഞത്? സിംഹം മടക്കി പുറത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനില്ല. കെ മുരളീധരൻ്റെ പേര് പറഞ്ഞു, പല പേരും പറഞ്ഞു. അവസാനമാണ് രഘുനാഥ് വന്നത്. ആ രഘുനാഥ് കൈപ്പത്തി ചിഹ്നത്തിൽ പിണറായി വിജയനെതിരായി മത്സരിച്ച രഘുനാഥ് ഇന്ന് താമര ചിഹ്നത്തിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി മത്സരിക്കുകയാണ്. AK ആൻ്റണിയുടെ മകൻ പത്തനംതിട്ടയിൽ BJPക്ക് വേണ്ടി മത്സരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മാവേലിക്കരയിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചയാൾ ഇന്ന് BJPക്ക് വേണ്ടി മത്സരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെ KS രാധാകൃഷ്ണൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പഴയ നേതാവ് BJPക്ക് വേണ്ടി മത്സരിക്കുകയാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇവർ കൊണ്ടുവന്ന അബ്ദുൾ സലാം മലപ്പുറത്ത് BJP സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഈ കോൺഗ്രസിനെ ഈ നാട്ടുകാരങ്ങ് വിശ്വസിച്ച് തരണം എന്ന് പറയുകയാണ്. എന്ത് വിശ്വാസമാണുള്ളത്? ഇവിടുന്ന് തെരഞ്ഞെടുക്കുന്ന ആൾ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും തെരഞ്ഞെടുക്കുന്ന കോൺഗ്രസിന്റെ MP MLA എന്തിനാണ് റിസോർട്ടിൽ പോകുന്നത്? TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന പേരാമ്പ്ര MLA തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ സ്വീകരിച്ച് നേരെ പോയത് നിയമസഭയിലേക്കാണ്. റിസോർട്ടിലേക്ക് അടക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ആ ഗതികേട് എന്തുകൊണ്ട് കോൺഗ്രസിന് ഉണ്ടാകുന്നു? ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്ത പാർട്ടിയായി ഈ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സജീഷ് പറഞ്ഞത് നിർത്തിയിൽ നിന്ന് രാജേഷ്, പ്രതിപക്ഷത്തായിട്ടും ഒട്ടേറെ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യങ്ങളെ ദേശീയ തലത്തിലും കേരളത്തിലും കോൺഗ്രസ് നേരിടേണ്ടി വരുന്നു എന്ന വിമർശനം ചില വിഷയങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് ഇപ്പോൾ സജീഷ് തുടങ്ങി വെച്ചത്. അത് ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങളെ സംബന്ധിച്ച് പ്രതിബന്ധമല്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധി, നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു. 2019 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും കൊടികളോടുകൂടിയാണ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത്, വരവേറ്റത്, ഘോഷയാത്രയായി കൊണ്ടുപോയത്. ഇതിപ്പോൾ കൊടിയില്ല ലീഗിന്റെ കൊടി പോക്കറ്റിലിട്ട വാർത്ത എന്ന് വന്നിട്ട് 2019 കാര്യം അതാ മൊത്തം പൂർത്തിയാക്കില്ല. 2024 ഇപ്പോൾ ഈ നിലയിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുമ്പോൾ കൊടികൾ ഉപേക്ഷിച്ച് കോൺഗ്രസിനാവട്ടെ മുസ്ലിം ലീഗിനാകട്ടെ, അപ്പോൾ ആളുകൾ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ കൊടി മാറ്റിപ്പിടിപ്പിക്കാൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസും കൊടികൾ ഉപേക്ഷിക്കുന്നു. അങ്ങനെ കൊടികൾ ഉപേക്ഷിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഒരു മുന്നണിക്ക്, ഒരു സംവിധാനത്തിന് ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ എത്തേണ്ടി വരുന്ന അത്യപൂർവ കാഴ്ച. അതാണ് പറഞ്ഞത്, ഈ രാഷ്ട്രീയ കാലത്ത് ഒട്ടേറെ പ്രതികൂലമായ അന്തരീക്ഷത്തെ, പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടല്ലേ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നേരിടുന്നത്? അത് വടകരയിൽ നിങ്ങൾക്ക് പുതിയ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ? വിശേഷിച്ച് അപ്പുറത്ത് ഷൈല ടീച്ചർ സ്ഥാനാർത്ഥി കൂടിയാകുമ്പോൾ. BJP പറയാൻ ശ്രമിക്കുന്ന വാദഗതികളെ സജീഷിൻ്റെ നാവിലൂടെ കേൾക്കുന്നത് കൗതുകകരമായി തോന്നുകയാണ്. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണത്തിലെ കൊടിയുടെ പ്രചരണങ്ങളെക്കുറിച്ചൊക്കെ BJP നടത്തിയ പ്രചരണത്തെ പ്രിയ സുഹൃത്ത് ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകമാണ് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം, കേരളത്തിൻ്റെ മതേതര മനസ്സിലേക്ക് കടന്നു കയറുവാനുള്ള BJPയുടെ ശ്രമങ്ങളെ അത് വളരെ കൃത്യമായി തടയുക എന്നുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും സ്ട്രാറ്റജിയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ക്രൗഡ് പുള്ളർ തൃശ്ശൂർ സീറ്റ് നോക്കിക്കൊണ്ട് വല്ലാതെ ആശപ്പെടുന്ന BJPയെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ക്രൗഡ് പുള്ളർ കെ മുരളീധരനെ അണിനിരത്തിക്കൊണ്ട് തൃശ്ശൂരിൻ്റെ നിയോജക മണ്ഡലത്തിൽ ആ സ്വപ്നങ്ങളെ അവിടെ തന്നെ അടിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കെ മുരളീധരൻ അങ്ങോട്ട് പോയിട്ടുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും വൈബ്രൻ്റായ MLA യുവജന രാഷ്ട്രീയ പ്രവർത്തകൻ ഷാഫി പറമ്പിലെത്തുമ്പോൾ ഷാഫി പറമ്പിൽ വടകര നിയോജക മണ്ഡലത്തിൽ വന്നത് മുതലുണ്ടായ മാറ്റങ്ങളും ഷാഫി പറമ്പിൽ നേടാൻ പോകുന്ന വലിയ വിജയത്തെക്കുറിച്ചുള്ള ആശങ്കകളുമാണ് സജീഷിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ കാര്യമായി ഉന്നയിച്ച 2-3 കാര്യങ്ങൾ, കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാരൊക്കെ തന്നെയും അങ്ങ് BJPയിലേക്ക് പോകുന്നു, വളരെ കൗതുകകരമായി തോന്നി. ഞാനിവിടെ മൂപ്പര് പേര് പറയുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ചില CPMൻ്റെ ഭാഗമായി നിന്ന് ഇന്ന് BJPയുടെ ഭാഗമായി മാറിയ ആളുകളെ വളരെ കൃത്യമായി, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഇന്ന് പോകുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ MLA ആയി നിന്നുകൊണ്ട് BJPയുടെ MP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഖഗൻ മുർമു, ജയിച്ചാൽ ഖഗൻ മുർമു BJPയുടെ MP, തോറ്റാൽ CPMൻ്റെ MLA. പശ്ചിമ ബംഗാളിൽ ഖഗൻ മുർമു CPM നേതാവായിരുന്നോ അല്ലയോ സജീഷ് പറയണം. ബാക്കി MLAമാരുടെ പട്ടിക CPMൽ നിന്നും BJPയുടെ ഭാഗമായ അശോക് ദിന്ദ, തപസി മണ്ഡൽ, ഖഗൻ മുർമു, സ്വദേശ് രഞ്ജൻ നായിക്, ദീപാലി വിശ്വാസ്, നിജന്ത പൈക്ക്, അഖണ്ഡ് ബൗരി, ദേവേന്ദ്രനാഥ് റോയ്, ജ്യോതിമോയ് സിക്തർ, ബിശ്വജിത് ദത്ത,
ദിവേന്ദ്ര സർക്കാർ, മനോരഞ്ജനാചാരി, ജയ്കിഷോർ ജമാത്തിയ. എന്തിനധികം പറയുന്നു, പിണറായി വിജയൻ്റെ കേരളത്തിലെ മാനസപുത്രനായിരുന്ന അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായത് സജീഷ് മറന്നുപോയതാ? BJP-യിലേക്ക് പോയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെക്കുറിച്ച് സത്യമാഷ് പറയുന്നതിനേക്കാൾ ആവേശത്തോടുകൂടി പ്രിയ സുഹൃത്ത് സംസാരിക്കുമ്പോൾ BJP-യിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൻ്റെ ഭാഗമായ MP-മാരെക്കുറിച്ച് MLA-മാരെക്കുറിച്ച് എന്തേ അങ്ങ് മൗനം പാലിക്കുന്നു? രാജസ്ഥാനിലെ പ്രമുഖ BJP നേതാവ് രാഹുൽ കസ്വാൻ MP കോൺഗ്രസിൻ്റെ ഭാഗമാണിന്ന്. മുതിർന്ന BJP നേതാവ് MP ആയിരുന്ന രാജേന്ദ്ര സിംഗ് ഇന്നലെയാണ് ബീഹാറിലെ മുസാഫർപൂരിലെ 4 ലക്ഷം വോട്ടിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച BJP-യുടെ MP അജയ് നിഷാന്ത് കോൺഗ്രസിൻ്റെ ഭാഗമായത്. മാത്രമല്ല, ഞാനൊരു ഡസൻ ആളുകളുടെ പേര് വായിക്കാം. BJP-യുടെ MP-യോ MLA ആയിരുന്നവർ ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗ. മഹാരാഷ്ട്ര MP നാനാ പട്ടേൽ, മധ്യപ്രദേശ് MP അഭയ് മിശ്ര, കർണാടക MLA കൃഷ്ണമൂർത്തി, രാജസ്ഥാൻ MLA കോൺഗ്രസിന്റെ മുൻ കേന്ദ്രമന്ത്രിമാർ, കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, MP-മാർ ഇവരടക്കം പോയൊരു വിപുലമായ നേതൃനിര പോയത് കൂടി പ്രശ്നമല്ലേ കോൺഗ്രസിന്? നിങ്ങളോട് തന്നെയാണ്. അങ്ങനെ വിപുലമായ ഒരു നേതൃനിര, ദേശീയ നേതൃനിര സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഒലിച്ചു പോയത് അല്ല, അത് പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങളുടെ ഒരു നേതൃത്വം തന്നെ സമ്മതിച്ചു. ഞാൻ നിങ്ങളത് വായിച്ചല്ലോ. അദ്ദേഹം പറയട്ടെ. എന്റെ ചോദ്യത്തിലേക്ക് വരൂ. ഞാനല്ലേ ഒരു ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ മറുപടി പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു നേതൃത്വം സംസ്ഥാന തലത്തിലാവട്ടെ ദേശീയ തലത്തിലാവട്ടെ പാർട്ടി ഘടകങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് അപ്പാടെ പോകുന്നു. ഇപ്പോൾ തന്നെ MP-മാരുടെ കണക്ക് പറഞ്ഞു. ഇത്രയും 112 MP-മാരെ കോൺഗ്രസ് സംഭാവന ചെയ്തതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിടത്താണ് പൗരത്വ നിയമ ഭേദഗതി പോലും കൊണ്ടുവരാൻ മോദിക്ക് കഴിയുന്നത്. രാഹുൽ വന്ന് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ കൊടികൾ മാറ്റിവെച്ചുകൊണ്ട് എന്തുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇറങ്ങുന്നു? സമീപകാലത്തെ ഇത്തരം പ്രശ്നങ്ങളോട് കോൺഗ്രസ് വ്യക്താവും മിണ്ടുന്നില്ല. ഞാൻ അത്ര ചോദിച്ചുള്ളൂ. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ ഒരു സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ അത് കൊടി വേണമോ വേണ്ടയോ, നിങ്ങൾ BJP ഉന്നയിക്കുന്ന വാദഗതികൾക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനമായ കൊടി ഒരു സ്ട്രാറ്റജിയാണ്. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്കാണ്. കൊടി മാറ്റി വെക്കുന്ന എന്ത് സ്ട്രാറ്റജിയാ അതൊന്നും അറിയണം. താങ്കളൊന്ന് പറയൂ. ലീഗിന്റെ കൊടി പോക്കറ്റിലിട്ട് വെക്കുന്ന സ്ട്രാറ്റജി എന്താന്ന് പറയൂ. കൃത്യമായി പറയാം. അഖിലേന്ത്യാ തലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയ പ്രചരണം ഓർമ്മയുണ്ട്. വിഷലിപ്തമായ പ്രചരണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാകയെ അങ്ങ് പാകിസ്ഥാന്റെ പതാക എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലെ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഉത്തരേന്ത്യയുടെ സാഹചര്യം ഞങ്ങൾ പറഞ്ഞല്ലോ. എന്തേ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? പറയണ്ടേ? ഞങ്ങളുടെ ഘടകകക്ഷിയാണെന്ന്, ഞങ്ങളുടെ ഘടകകക്ഷിയാണെന്ന് പറയണ്ടേ? BJP നാട്ടിൽ പറയുന്നുണ്ട്. ആ നുണയ്ക്ക് കൊട പിടിക്കലാണോ നിങ്ങളുടെ പണി? താങ്കൾ ഇവിടെ പറഞ്ഞ സ്ട്രാറ്റജി പറയൂ. മുസ്ലിം ലീഗിന്റെ പതാക പോക്കറ്റിലിടുന്ന സ്ട്രാറ്റജി എന്താ? BJPക്ക് മുതലെടുക്കാൻ ഒരവസരം പോലും ഞങ്ങൾ നൽകില്ല. അത് തന്നെയാണ് സ്ട്രാറ്റജി. ശരി, അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ലീഗിനെ കൂടെ കൂട്ടുന്നത് BJPക്ക് മുതലെടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറഞ്ഞത്. ലീഗുകാർ കേട്ടാ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എന്റെ വായിലേക്ക് നിങ്ങളുടെ വാക്ക് തിരികണ്ട. സത്യൻ മാഷ് രണ്ട് സാഹചര്യങ്ങൾ. ഒന്ന്, കേരള രാഷ്ട്രീയത്തിലും ദേശീയ തലത്തിലും അദ്ദേഹം പറഞ്ഞിട്ടാണ് വരും. സത്യൻ, BJPയെ സംബന്ധിച്ച് വയനാട് ഇവിടെ ചർച്ചയായി. വടകരയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ, രണ്ട് കാര്യങ്ങൾ. അതിനുശേഷം ഇവരുടെ അവസരം, അതിനുശേഷം അടുത്ത റൗണ്ടിൽ നിങ്ങളുടെ മറുപടികളിലേക്ക്. ശ്രീ സത്യൻ. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് രണ്ട് മുന്നണികളേ ഉള്ളൂ. ഒന്ന് NDA മുന്നണി, BJP പ്രതി NDA മുന്നണി. എൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന നിങ്ങളെ മുന്നിൽ നാടകം കളിക്കുന്ന രണ്ട് പേരും കേരളത്തിൻ്റെ അതിർത്തി കടന്നാൽ ഒറ്റക്കെട്ടാന്നുള്ളത് മനസ്സിലാക്കണം. അവിടെ നാടകം കളിക്കുക. കാരണം പല ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തു. ഈ നാട്ടിലെ ജനങ്ങളെ ഇവർക്ക് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ രണ്ടാണെന്ന് ബോധ്യപ്പെടുത്തണം. പക്ഷേ കേരളത്തിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ അപ്പുറം കടന്നാൽ മാഹിയിലെത്തിയാൽ ഇവർ ഒന്നാ കൂട്ടിക്കെട്ടിരിക്കുന്ന കൊടി. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി
പുതുശ്ശേരിയിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ വൈദ്യലിംഗത്തിൻ്റെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി CPM-ൻ്റെ കൊടിയും കെട്ടി അവർ പോയത്. രാജസ്ഥാനിൽ സിംഗാർ മണ്ഡലത്തിൽ ആരാറാമെന്ന CPR-കാർ മത്സരിക്കുന്നത് കോൺഗ്രസ്സുകാർ കൊടുത്ത ദാനം കൊടുത്ത സീറ്റിലാണ് മത്സരിക്കുന്നത്. അതുപോലെ മുഹമ്മദ് സലീം, പശ്ചിമ ബംഗാൾ മുഹമ്മദ് സലീം പാർട്ടീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് സലീം മത്സരിക്കുന്നത് മുർഷിദാബാദ് സീറ്റിലാണ്. ഇന്നലെ കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു CPM-ൻ്റെ ഈ മുഹമ്മദ് സലീം ജയിക്കാൻ പോകുന്നു. ഈ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവ് ജയറാം രമേശ് പറഞ്ഞു CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രവർത്തിക്കുന്നത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ പോലെയാണെന്ന് പറഞ്ഞ സമയത്ത് എതിർക്കാൻ പോലും ഇവർ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന 2 പേരും ഒരു മുന്നണിയുടെ ഭാഗമായി കേരളത്തിൽ മാത്രം പരസ്പരം പോരടിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മത്സരിക്കുക. പിന്നെ അവർ മത്സരിക്കുന്നത് BJPയെ സംബന്ധിച്ചോളം പ്രധാനമന്ത്രി അവസാന പ്രസംഗത്തിൽ പറഞ്ഞു 100 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തിരിച്ചു വരും, 400 സീറ്റായി തിരിച്ചു വരും, ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. മാത്രമല്ല മെയ്യിൽ തെരഞ്ഞെടുക്കപ്പെട്ട് തിരിച്ചു വന്നാൽ 100 ദിവസത്തെ കർമ്മപദ്ധതി ആവിഷ്കരിച്ചു. 400 സീറ്റിന് വേണ്ടി ഞങ്ങൾ മത്സരിക്കുമ്പം CPM-മാർ മത്സരിക്കുന്നത് 4 സീറ്റിനും അവരുടെ ചിഹ്നം നിലനിർത്താനാണ്, ഞങ്ങളല്ല പറഞ്ഞത്. അപ്പോൾ അവർ 4 സീറ്റിന് അവർ എന്തിനു വേണ്ടി അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാ 4 പേര്? ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ കാലത്ത് ആരിഫ് ജയിച്ചു പോയിട്ട് എന്താ പറഞ്ഞത്? പാർലമെൻറ്റിൽ ഇയാൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി വരുമ്പോൾ ഞാൻ കിടുകിട് വിറയ്ക്കാന്നാ പറഞ്ഞേ. ആര് പറഞ്ഞത്? CPM-ൻ്റെ ഏക തരി പറഞ്ഞതാ. അതിനുവേണ്ടി അവർ പോകുന്നേ. അപ്പോൾ ഇവർ 2 പേരും ഇവിടെ നാടകം കളിച്ചോണ്ടിരിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പരസ്പരം പോരാടി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. നേരത്തെ DYFI ഏതാ പറഞ്ഞു CPM-ൻ്റെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അതാണ് ഇതാണ് എന്നൊക്കെ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞു. ആ വലിയ സംഭവമാണെങ്കിൽ അവർ MLA ആണല്ലോ, അവർ പേരെടുത്ത ആളാണല്ലോ, അഖിലേന്ത്യാ അവാർഡ് വാങ്ങിയിട്ടല്ലോ. എന്തുകൊണ്ട് കേരളത്തിലൊരു മന്ത്രിസഭയിൽ സ്ഥാനം കൊടുത്തില്ല? അത്ര കഴിവുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തില്ല? നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതൊന്നല്ല വിഷയം. അതുപോലെ മറ്റേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വരുന്നു, ഷാഫി വരുന്നു. എന്തിനാ വരുന്നത്? ലീഗുകാർ പറഞ്ഞ് ഞങ്ങളെ മൂന്നാം സീറ്റാണെന്ന് പറഞ്ഞു. ആ 3ാം സീറ്റാണ് ഇവിടെ കൊടുത്തത്. ഇത് SDP-കാരെ പിന്തുണ കൊടുത്തിരിക്കുന്നു. മുസ്ലിം തീവ്രവാദ സംഘടന ഈ കോൺഗ്രസിന് പിന്തുണ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇവർ 2 പേരും കളിക്കുന്ന ചക്കളത്തിപ്പോര് എന്ന് പറയും. ജനങ്ങളൊക്കെ കണ്ണുപൊടിയുള്ള ഒരു ചക്കളത്തിപ്പോരാന്ന് ഇവർ കാണിക്കുന്നത്. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. ഈ വടകരയിലും പ്രബുദ്ധരായ ജനത BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യും, പാർലമെന്റിലേക്ക് അയക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ചുരുക്കി സംസാരിച്ചാൽ കൂടുതൽ ആളുകൾക്ക് സംസാരിക്കാൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും നിലനിൽക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പാകും ഇത് എന്ന് കരുതി നിൽക്കുന്ന ആളുകളാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ആ കൂടി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധികളോടും മുഴുവൻ പ്രതിനിധികളോടും ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇന്ത്യയിലെ പുതിയ പൗരത്വ ഭേദഗതി ബില്ലിലും NIA ഭേദഗതിയിലും നിങ്ങളുടെ 3 പേരുടെയും അഭിപ്രായവും ആ ഭേദഗതികളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പാർലമെൻറ്റിൽ അതിനെതിരെ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ പ്രതിനിധി ഒറ്റ ചോദ്യം കൂടി. സ്വന്തം മുന്നണിയിലെ ലീഗിൻ്റെ കൊടിയും പിടിക്കാൻ ആ കൊടി പിടിച്ചാൽ BJP പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊടി പിടിക്കാൻ പേടിയുള്ള നിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഒന്ന്, കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജിയെ പറ്റി സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പിനകത്ത് സ്വന്തം സ്ഥാനാർത്ഥിയെ ഒരു കൊടിയും അടയാളവും മാറ്റിവെച്ചുകൊണ്ട് മത്സരിപ്പിക്കുന്ന സ്ട്രാറ്റജി ആകുന്ന സമയത്ത് അത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ജയിച്ചു കഴിഞ്ഞാൽ BJPക്ക് MP-മാരെ സംഭാവന ചെയ്യുന്ന സ്ട്രാറ്റജിയാണോ കേരളത്തിനകത്തും രാജ്യത്തും കോൺഗ്രസ് സ്വീകരിക്കുന്നത്? 1. 2, ഈ തെരഞ്ഞെടുപ്പിനകത്ത് വർഗീയ കക്ഷികളുമായി സന്ധി ചേരുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു. SDP-യുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പറയാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടോ? ഒരാളുടെ കൂടി നിങ്ങൾക്ക് മൈക്ക് കൈമാറി കൊടുക്കുക. CPM പ്രതിനിധിയോട് സജീഷിനോട്. ശരി, നിങ്ങളിപ്പോൾ LDF ലീഗിൻ്റെ കൊടീൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മലപ്പുറം നടന്നൊരു പ്രകടനം കണ്ടിട്ടുണ്ട്. CPM-ൻ്റെ കൊടി എന്ന് പറയുന്നത് ചുവന്ന പതാകയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ളത്. പറയട്ടെ പല നിറത്തിലുള്ള കൊടികൾ അടിച്ചിറക്കുന്ന CPM-ന് മറ്റുള്ള പാർട്ടീൻ്റെ കൊടീനെ പറ്റി പറയാൻ എന്താ അവകാശമുള്ളത്? ഒരു കാര്യം പറഞ്ഞോട്ടെ ബാക്കി കാര്യം പറഞ്ഞോട്ടെ. ചോദ്യത്തിലേക്ക് വരട്ടെ. നിങ്ങൾ കേരളത്തിൽ ജയിച്ചു പോയാൽ ആരെയാണ് കേന്ദ്രത്തിൽ പോയാൽ പിന്തുണയ്ക്കാൻ പോകുന്നത്? ഇവിടെ
ഇവിടുന്ന് അങ്ങനെ തുടങ്ങിക്കോളൂ വേഗം. പക്ഷെ ദയവായി ചുരുക്കി എന്നോടല്ലേ ചുരുക്കി. ചോദ്യം ചോദിച്ചത്? അല്ല, ദാ ഇവിടുന്ന് ലാസ്റ്റത്തെ എടുത്തിട്ട് അങ്ങോട്ട് വന്നേ. ഈ ചോദ്യത്തിൽ തന്നെ ഒരു തമാശയുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, എല്ലാ പാർട്ടികൾക്കും പാർട്ടി കൊടിയും ആ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിൽ ചിഹ്നം അനുവദിച്ചിട്ടുണ്ട്. CPIMൻ്റെ പാർട്ടി കൊടിയിൽ അരിവാൾ ചുറ്റികയാണ് കാണുക. CPIMൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമെന്ന് പറയുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏത് പ്രതലത്തിലും അച്ചടിക്കും. എന്നാൽ പാർട്ടിയുടെ പതാക ചെമ്പതാകയാണ്. അത് നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വെച്ച് ലീഗിനെ അപമാനിച്ചതിനെ നിങ്ങൾ ന്യായീകരിക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. 3 മടക്കാക്കി പോക്കറ്റിൽ ലീഗിൻ്റെ പതാകയെ വെച്ച് അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് പുറത്ത് കാണിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞ ഇന്നത്തെ ഒരു ചാനലിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതാണ് വസ്തുത. അതിൻ്റെ പേരിൽ തർക്കിക്കേണ്ട. താങ്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നാട്ടുകാർക്കെല്ലാം അത് ബോധ്യമായിട്ടുണ്ട്. ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ താങ്കൾ എൻ്റെ അല്ല അങ്ങനെയല്ല, എനിക്കിവിടെ ചോദ്യത്തിനുള്ള മറുപടി ഉണ്ട്. ഈ മറുപടി അദ്ദേഹത്തിന് ലീഗിൻ്റെ പതാക പോക്കറ്റിനകത്തായതിൻ്റെ വിഷമമുണ്ട്. ആ വിഷമം കൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വ്യക്തമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി സംശയമുണ്ട്, അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ ചർച്ചയ്ക്ക് ശേഷം ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകമായി ക്ലിയർ ചെയ്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഒരു KPCC പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും KPCCയുടെ പ്രസിഡന്റാണ്, കെ സുധാകരൻ. അദ്ദേഹമാണ് പറഞ്ഞത്, ഞാൻ RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ആളെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ LDFും UDFും അല്ലാതെ മൂന്നാമതൊരു ഓൾട്ടർനേറ്റീവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നിയാൽ BJPയിൽ പോകും, എന്നെ തടയാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വീരവാദം പറഞ്ഞയാൾ KPCCയുടെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുകയാണ് കെ സുധാകരൻ. ആ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ BJPയിലേക്ക് പോകില്ല എന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങ് വിശ്വസിക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ഇവിടെ ഈ ചോദ്യത്തിൻ്റെ ഭാഗമായി ഉന്നയിച്ച കാര്യം, അതായത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്ത് എന്നുള്ളതാണ്. ഇടതുപക്ഷം ആരെ പിന്തുണയ്ക്കുമെന്നാണ്. ഇത് 2024 തെരഞ്ഞെടുപ്പാണ്. ഇതേപോലെ നമ്മൾ ഒത്തുചേർന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. BJP എന്ന അപകടം രാജ്യത്ത് വരുന്നു എന്ന ഭീഷണി ഉയർന്ന 2004 ഇതുപോലെ നേർക്കുനേർ മുന്ന് ഏറ്റുമുട്ടി. ഞങ്ങൾക്കെതിരെ പറയാവുന്ന സകല ആരോപണങ്ങളും പറഞ്ഞു. ഞങ്ങളെ തോൽപ്പിക്കാനുള്ള സകല അടവുകളും മെനഞ്ഞു. ഞങ്ങളെ അപമാനിച്ചു. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ചെന്നപ്പോൾ അവിടെ BJP എന്ന അപകടത്തെ ചെറുക്കാൻ കേരളത്തിൽ നിന്ന് 18 MP-മാർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുപക്ഷത്തു നിന്ന് 18 പേരും തങ്ങളെ അപമാനിച്ചവരാണെങ്കിൽ പോലും അവർ വെച്ച് നീട്ടി അധികാരം വേണ്ട എന്ന് പറഞ്ഞ് പിന്തുണച്ചു. പകരം വേണ്ട എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പൊതു മിനിമം പരിപാടി. ആ പൊതു മിനിമം പരിപാടിയിൽ ഒന്നാമത്തെ അജണ്ട ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. പാർലമെന്റിൽ BJPയെ പ്രതിരോധിക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് ഈ മാഷ് ഒരു കടലാസിലുള്ള ലിസ്റ്റ് വായിച്ചതുപോലെ വായിക്കാൻ മുഖ്യമന്ത്രിമാരുടെ മാത്രം ലിസ്റ്റ് ഉണ്ട്. കോൺഗ്രസിന്റെ ഒരു കടലാസിലെ ലിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ മാത്രം. ഞാനെന്താ പ്രശ്നം എന്നറിയോ, ഞാനത് പറയാൻ നിന്നാൽ ഈ ചർച്ച വൈകി പോകും. ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ 5 സ്ഥാനാർത്ഥികൾ 13 മുഖ്യമന്ത്രി. CPMന്റെ നേതാക്കന്മാർ BJPയിലേക്ക് പോകില്ല. കഴുത്തിന്റെ താഴെ അങ്ങ് വെട്ടി താഴെ ഇട്ടാലും BJPക്കെതിരായി ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. അതാണ് CPM. ഒരു ഗഗൻ മുർമു ഇല്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ എവിടെ പോന്നു എന്നുള്ളതല്ല ചോദ്യം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ എവിടെ പോന്നു എന്നുള്ളതല്ല ചോദ്യം. പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങളുടെ മനു അഭിഷേക് സിംഗ്വി പറഞ്ഞെന്താണ്, രാവിലെ ഒപ്പമിരുന്ന് ചായ കുടിച്ചവരാണ് വൈകുന്നേരം BJPക്ക് വോട്ട് ചെയ്ത് ഈ ആഴ്ചക്ക് മുമ്പ് BJPയുടെ MP-യെ പാർലമെന്റിലേക്ക് അയച്ചത്. പിന്നെ നിങ്ങൾ പറയൂ, എന്തിനാ ഞങ്ങളുടെ ഒരു MLA-യും ഇതുവരെ റിസോർട്ടിൽ താമസിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ MLA എന്തിനാ റിസോർട്ടിൽ താമസിക്കുന്നത്? അദ്ദേഹം ഇവിടെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, CAA-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ പേരാമ്പ്രയിലെ പ്രബുദ്ധരായ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സാക്ഷാൽ പിണറായി വിജയൻ മുതൽ SK സജീഷിലൂടെ ബ്രാഞ്ച് ലോക്കൽ നേതാക്കന്മാരും ഏറ്റുപറയുന്ന ഒരു കാര്യമാണ്, CAA-ക്കെതിരായിട്ട് കോൺഗ്രസ്സുകാർ പ്രതികരിച്ചിട്ടില്ല. ഒരു 10 മിനിറ്റ് സമയം ഞാൻ വെല്ലുവിളിയാണ്. പിണറായി വിജയൻ മുതൽ ഇങ്ങ് താഴെ തട്ടിലുള്ള CPM നേതാക്കന്മാരോടുള്ള വെല്ലുവിളിയാണ് കൈരളി ചാനലിലൂടെ. ഒരു 10 മിനിറ്റ് സമയം
എനിക്ക് തന്നാൽ CAA-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകസഭയിൽ രാജ്യസഭയിൽ കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ അസന്നിഗ്ധമായി നിലപാട് പ്രഖ്യാപിച്ചതിന്റെ ലിങ്കുമായിട്ടാണ് ഞാൻ വന്നത്. എന്നായിരുന്നു ഒരു തീയതി? 10 മിനിറ്റ് സമയം. തീയതി മൊത്തം ലിങ്ക് ലോക്സഭാ നിയമസഭാ ചർച്ചകൾ. അതല്ല അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അങ്ങ് സമയം അനുവദിക്കോ? അല്ല, അതല്ല. അങ്ങ് സമയം തീയതി അനുവദിക്കോ? മാത്രമാണ് ഇത് തീയതി വെല്ലുവിളിയാണ്. മാത്രമാണ്. അങ്ങ് സമയം തീയതി. തീയതി ഇതിലുണ്ട്. അല്ല, അത് തീയതി പ്രസംഗത്തിലുണ്ട്. ഇപ്പോഴത്തെ തർക്കം തീയതി ഇവിടെയുണ്ട്. രാജേഷ് ഇപ്പോഴത്തെ തർക്കം മറ്റൊന്നാണ്. ചർച്ചയിൽ. എന്നെ ഒന്ന് കേൾക്കുമെങ്കിൽ രാജ്യസഭാ ചർച്ചയിൽ. എന്നെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മതി. ready. അതായത് ഇപ്പോൾ ഉയർന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഞാൻ അദ്ദേഹത്തോടല്ലേ സംസാരിക്കുന്നത്, അദ്ദേഹത്തോടാണ് എന്റെ ചോദ്യം. ആധികാരികമായി ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന ചർച്ചയാ. എന്റെ- പേരാമ്പ്രങ്ങാടിയിലെ പൊതുയോഗത്തിലെ എന്റെ കാര്യമല്ല സാറേ, പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് കേൾക്കാൻ സന്മനസ് ഉണ്ടെങ്കിൽ മതി. നമ്മൾ അങ്ങനെ ബഹളം വെച്ചുകൊണ്ട് കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ കാലത്ത് പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഞാൻ എന്റെ ലിങ്ക് കാണിച്ചു. ഞാനതിൽ തർക്കിച്ചില്ലല്ലോ. ഞാൻ അതിലെ പിന്നെ തീയതി എന്താ ഏത് വർഷം ഏത് സമയം അത് ഞാൻ പറയുന്നത് കേക്ക്, ക്ഷമ കാണിക്ക്. ഞാൻ പറഞ്ഞത് ഈ ചട്ടം വന്നത് എപ്പോഴാണ്? ചട്ടം വന്നത് ഇപ്പോഴാണ് ആണല്ലോ. 2019 നിയമം ചട്ടം കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നു. കോൺഗ്രസിന് നേരെ ഉയരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചട്ടം വന്നതിന് ശേഷം കോൺഗ്രസ് ദേശീയ നേതൃത്വം എനിക്ക് വളരെ കൃത്യമായി എന്താണ്? ഞാൻ ഉത്തരം അതാണ് പറയാം. ചോദ്യം. എന്റെ ഉത്തരം പറയാം. ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഉത്തരം ഇതാണ് പറയട്ടെ. നിങ്ങളോട് ഇവരുടെ ചോദ്യം. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു 2019 നിയമം പാസ്സാകുന്നത്. ചട്ടം 2019 പാസ്സാകുന്ന നിയമത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ചർച്ചകൾ അത് നടക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റിലാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഞാനിവിടെ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ നിലപാടുകൾ വളരെ അസന്നിഗ്ധമായിട്ട് രാഷ്ട്രീയ രംഗത്ത് ശരിയല്ല. അതേക്കുറിച്ച് ഇത് പറയുന്നില്ല ശരിയല്ല. എന്നുള്ളതാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ശശി തരൂർ നടത്തിയ പ്രസംഗം, ഗൗരവ് ഗഗോയ് നടത്തിയ പ്രസംഗം, പി ചിദംബരം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം, കപിൽ സിബൽ കോൺഗ്രസിന്റെ MP ആയിരിക്കുമ്പോൾ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം. എന്നിട്ട് എന്താണ് ഇപ്പോൾ പ്രതികരിക്കാൻ ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും വിമുഖത? കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് ജയറാം രമേശ് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്നിട്ടും പ്രസിഡന്റ് എന്താണ് പറയാത്തത്? രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ പ്രസിഡന്റ് എന്താ ഇത് മിണ്ടാത്തത്? തുറന്ന് കാണിക്കാൻ ഒരു അവസരം അഖിലേന്ത്യാ കൊടുക്കണം. പ്രസിഡന്റ് രാത്രി പറയാന്നാ 10 പറഞ്ഞത്. മിനിറ്റ് സമയം. നിങ്ങൾ തമ്മിൽ കോൺഗ്രസിന്റെ 10 അഖിലേന്ത്യാ മിനിറ്റ് പ്രസിഡന്റ് സമയം. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ എന്റെ പ്രസിഡന്റ് ഗാഡ്ഗെ സമയം- പറഞ്ഞത് എന്റെ സമയം ഗാഡ്ഗെ ശരിയല്ല. പറഞ്ഞത് അടുത്ത ചോദ്യം മറുപടി നടപ്പിലാക്കുമോ ഉണ്ട്. എന്ന് മറുപടി ചോദിച്ചതിന് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല എന്ന് പറയണമെങ്കിൽ രണ്ടാമത്തെ ചോദ്യം. ഒരു ദിവസം കഴിയണമെന്നാ പറഞ്ഞോ ഇതുവരെ. അടുത്ത രാജ്ഭവനോട് താൻ എത്ര അടുത്ത ദിവസം കാര്യം ചോദിച്ചത്. രാജേഷ് അത് വിട്ടു. അടുത്ത വിഷയം. അടുത്ത കാര്യം എന്താ എന്നെ പറയാനൊരുക്കൂ. അടുത്തത്? അടുത്ത കാര്യം. അടുത്തത് ഇവിടെ നിന്ന് ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യം SDPI-യുടെ പിന്തുണയെ കുറിച്ചാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് അതിന്റെ ഉത്തരം പറയാം. ആ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലിങ്കല്ല 1996 ഏപ്രിൽ മാസം മറുപടി കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കുക, ജനാധിപത്യ ബോധം കാണിക്കുക. ആദ്യം ഇതൊന്നും ശരിയല്ല. ദേശാഭിമാനി പറയുന്നത് കേൾക്കാദ്യം. 1992 ഏപ്രിൽ 22 തിങ്കളാഴ്ചയിലെ ദേശാഭിമാനി പത്രത്തിന്റെ മുഖപത്രം, ആ മുഖപത്രത്തിൽ പറയാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ട ആശാവഹവും SDPI ഉണ്ടായതെന്നാണ് എന്നുകൂടി പറയണം. ഈ പ്രക്രിയ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് മുമ്പ് SDPI രൂപീകരിച്ചതെന്നാണെന്ന് കൂടി പറയണം. SDPI അല്ല, ഇത് SDPI-യുടെ കാര്യം ഇവിടെ SDPI കുറിച്ചാണ് ചോദ്യം വന്നത്. SDPI-യുടെ പിന്തുണയെക്കുറിച്ചാണ് ചോദിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരല്ലേ? പറയാൻ അനുവദിക്ക് ആദ്യം. SDPI പിന്തുണയെക്കുറിച്ച് രാജേഷാണ് വേറെ വഴിക്ക് പോയത്. ചോദ്യം സ്ട്രെയിറ്റ് ആണ്. SDPI കോൺഗ്രസ് ബന്ധം അല്ലെങ്കിൽ വോട്ട് വേണ്ട എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറി. പുന്നൻ ഔഷാദ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയത് ആര്? ഈ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ ചോദ്യം. പറഞ്ഞോളൂ. ലീഗിന്റെ ആളെ നസറുദ്ദീനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ നിരന്തര ചോദ്യമാണ്. പറയൂ. ഞാൻ അതിനല്ലേ പറയുന്നേ. പറയൂ നിങ്ങൾ. SDPI-യുമായി ബന്ധപ്പെട്ട ഈ ചോദ്യത്തെ കുറിച്ചുള്ള കൃത്യമായ ഉത്തരം ഞാൻ പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഐക്യജനാധിപത്യ മുന്നണിയോ SDPI-യുമായിട്ട് ചർച്ചയോ ധാരണയോ നടത്തിയിട്ടില്ല. ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല. ഒന്ന്
ഇത് മര്യാദയല്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം വളരെ കൃത്യമായി പറയാം. ഇത് മര്യാദയല്ല. വളരെ കൃത്യമായി പറയാം. രാജേഷ് പറയൂ, പൂർത്തിയാക്കിക്കോളൂ. പൂർത്തിയാക്കാതിരിക്കുമ്പോഴാണ് എന്നാൽ ഉയരുന്നത്. ഈ സംസാരിക്കുന്ന ഈ സമയവും SDPIയുടെ സംസാരിക്കുന്ന ഈ സമയത്തും SDPIയുടെ വോട്ട് വാങ്ങി കേരളത്തിലെ പല സ്ഥലങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന മുന്നണിയുടെ പേര് LDF. മൈക്ക് വെച്ച് ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമായിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ നിങ്ങളാണ് ഇത് വിശദീകരിക്കുന്നത്. തർക്കം വരുമ്പോ തർക്കം നിങ്ങൾ പറഞ്ഞല്ലോ ഇത്ര നേരം. യോജിക്കുന്നുണ്ടോ സജീഷ്? ഒരു കാര്യം ഇതെല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതായത് FDPയുമായി കൂട്ടുചേർന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് പോകുന്നത്. ഒരു ചോദ്യം വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഈ കേരളത്തിലെ വേണ്ട എന്ന് പറയുന്നത് വേണ്ട എന്ന് പറയേ FDPI വോട്ട് വേണ്ട എന്ന് പറയേ വേണ്ടെന്ന് പറയാത്തതെന്ത് രമേശ് ചെന്നിത്തല പറയുന്നില്ല. അതുപോലെ അപ്പുറത്ത് VD സതീശൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണം എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഷാഫി പറമ്പിൽ FDPIക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്. അവരുടെ വോട്ടും വേണം. ബോർഡ് വെച്ചോട്ടെ. പക്ഷേ ഇത് മതനിരപേക്ഷ കേരളമാണ്. SK സതീഷിന്റെ വോട്ടും SDPയുടെ വോട്ടും കോൺഗ്രസ് ഒരുപോലെയാണോ? മണ്ണാണ് വടകര. ആ മണ്ണിന്റെ ഭാഗമാണ് ഇവിടെ BJP ആണ്. എന്താണ് സാർ CPM-ഉം SDPIയും കൂടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു പഞ്ചായത്ത് പോലും ഇല്ല. ഉണ്ട്. ഒരു പഞ്ചായത്ത് പോലും ഇല്ല. കളവ് പറയരുത്. നിങ്ങൾ പറയുന്നത് കൃത്യമില്ലല്ലോ. FDPയുമായി ചേർന്ന് CPM ഒരു പഞ്ചായത്തിലും ഭരിക്കുന്നില്ല. നിങ്ങളാണ് ഭരിക്കുന്നത്. ഒരു സ്ഥലത്തും ഭരിക്കില്ല. വടകരയിൽ നിങ്ങളാണ് ആദ്യം ഈ വിഷയം നേരത്തെ ഉന്നയിച്ചത്. SDPI വോട്ടുമായി ബന്ധപ്പെട്ട് വടകരയിൽ എങ്ങനെയാണ് ഈ വോട്ടിന്റെ എഫക്ട്, ഏത് നിലയിലാണ് സംഭവിക്കുന്നത്? BJP എങ്ങനെയാണ് കാണുന്നത് ഈ വിഷയത്തിൽ? SDPI ആദ്യമായി പറയാനുള്ളത്, ഈ രണ്ട് മുന്നണിക്കാരും തമ്മിൽ നേരത്തെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ ആൾക്കാർ ലിസ്റ്റ് എടുക്കായിരുന്നു. ഇവരാദ്യം മനസ്സിലാക്കേണ്ടേ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത് വലിയ തെറ്റൊന്നുമില്ല. EMS നമ്പൂരിപ്പാടി AK ജോക്കി ആദ്യം കോൺഗ്രസിലായിരുന്നു, പിന്നെ CPM ആയത് അല്ലേ? ശരിയല്ലേ? 2016 കേരള നിയമസഭയിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അല്ല, നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സെൽവരാജ് എന്നാണ് അയാളെ പേര്. CPM-ന്റെ അരിവാൾ ചുറ്റിയിൽ നക്ഷത്രത്തിൽ ജയിച്ച ആളാ. അയാളെന്തായി? പിറ്റേ രാജിവെച്ച് കോൺഗ്രസിലേക്ക് പോയി. അപ്പോൾ വലിയ വീരവാദമൊന്നും വേണ്ട. CPM-മാർ ഒന്നിച്ച് പോകുന്നുണ്ട് BJPയിലേക്കും കോൺഗ്രസിലേക്കും. പിന്നെ പശ്ചിമ ബംഗാളും ത്രിപുരയിലുള്ള CPM-ന്റെ പ്രവർത്തകർ അവരെ പാർട്ടി ഓഫീസ് എടുത്തിട്ടാണ് BJPയിലേക്ക് ഒന്നിച്ച് വന്നത്. അതുകൂടി മനസ്സിലാക്കണം. പാർട്ടി ഓഫീസ് ഒന്നിച്ചെടുത്ത് 2014 ത്രിപുരയിൽ 64% വോട്ടാ CPM-ന്. ഇപ്പം എത്രയാണെന്നറിയോ? 10% ഇല്ല. എവിടെ പോയി? അവർ ഒന്നിച്ച് പാർട്ടി ഓഫീസ് എടുത്ത് BJP പോയി. ഇപ്പോൾ ലീഗിന് 3 സീറ്റല്ല 6 സീറ്റ് കൊടുക്കണം. ആരാന്നറിയോ? ജയരാജനാ പറഞ്ഞ കേരളത്തിൽ. അതായത് കോൺഗ്രസ്സുകാർ 6 സീറ്റ് അതിൽ ഇങ്ങ് പോരീന്ന് അതിൻ്റെ അർത്ഥം. ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ വർഗീയതയ്ക്കെതിരെ വലിയ വീരവാദമൊന്നും ഇവർ മുഴക്കേണ്ട കാര്യമില്ല. തരം പോലെ ലീഗിനെ കൂട്ടി കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ വടകരയെ സംബന്ധിച്ചോളം SDPIക്കെതിരെ ഞങ്ങൾ പല സ്ഥലത്തും ഞങ്ങൾ പോയി പര്യടനത്തിൽ. ആ സമയത്ത് SDPIയെ പോലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്നത്, വലിയ ബോർഡ് വെക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ചോദ്യം 3 പേരോട് ചോദിച്ച കാര്യത്തിന് 3 പേരോടാണ് ചോദ്യം. ആ ചോദ്യം ഇതാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 23-ാം തീയതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് കേന്ദ്ര ഗവൺമെന്റിന്റെ വകുപ്പ് സെക്രട്ടറിമാരായിട്ടും ജോയിന്റ് സെക്രട്ടറിമാരായിട്ടും 10 പേരെ നിയമിക്കാനുള്ള ഉത്തരവാണ്. ആ 10 പേരെ നിയമിക്കുന്നത് IAS, IPS, IFS ഓഫീസർമാർക്ക് മുകളിൽ കോർപ്പറേറ്റ് ഓഫീസുകളിലെ എക്സിക്യൂട്ടീവുകളെയാണ് വകുപ്പ് സെക്രട്ടറിമാരായി. എന്തിന്? വകുപ്പിൻ്റെ നയരൂപീകരണം നടത്താനും ഉത്തരവ് പുറപ്പെടുവിക്കാനും
അധികാരമുള്ള ഓഫീസർമാരായി ഇനി ചോദ്യം. 43 പേരെ ഇതിനു മുമ്പ് നിയമിച്ചിട്ടുണ്ട്. ഇത് ഫലത്തിൽ കോർപ്പറേറ്റുകൾ തന്നെ ഇന്ത്യൻ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതിന് സൂചനയാണ്. ശരി. ഇതിലേക്ക് നയിച്ച കാര്യം ഞാൻ അതാണ് പറയുന്നത്. ചുരുക്കി പറയുന്നു. 1992 അധികാരത്തിലുണ്ടായിരുന്ന റാവു മൻമോഹൻ സിംഗ് ഗവൺമെന്റാണ് MRTP ആക്ട് റദ്ദാക്കിയത്. അതായത് കുത്തകൾക്കുള്ള അവകാശം റദ്ദാക്കിയത്. അത് തൊട്ട് ഇങ്ങോട്ട് നടപ്പാക്കിയ നടപടിയുടെ കൊടുമയാണ്. അതായത് കോൺഗ്രസ് മൃദുവായി തുടങ്ങിയത് BJP അകവും പുറവും തീവ്രമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് നയം, അതാണ് ഫാഷിസം. അതുപോലെ വർഗീയതയും കോൺഗ്രസ് തുടങ്ങിയതാണ്. കോൺഗ്രസ് തുടങ്ങാത്ത ഒന്നും BJP ഇന്ന് നടപ്പാക്കുന്നില്ല. അതിന്റെ കൊടുമയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കാര്യത്തിൽ 3 പേരുടെയും നിലപാടെന്താ? ശരി, ചോദ്യം കൂടി. കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധിയോടാണ് ചോദ്യം. ചോദിച്ചോളൂ. പെൻഷൻ നൽകുന്നില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയ്ക്ക് ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം സർക്കാർ ഉൾപ്പെടെ 1,37,000 രൂപ പെൻഷൻ അംഗീകരിക്കപ്പെട്ട ഏതൊരാൾക്കും ലഭിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കണക്കോരോന്നായി എഴുതിയെടുക്കുക. 32 മാസത്തെ പെൻഷൻ 19,200 രൂപ 2 ഘട്ടങ്ങളിലായി LDF സർക്കാർ വിതരണം ചെയ്തു. 1000 രൂപയൊക്കെ വർദ്ധിപ്പിച്ചു ഒന്നാം ഗവൺമെന്റ്. ആ കണക്കിനനുസരിച്ച് 5 വർഷക്കാലത്തെ 60 മാസത്തേക്കുള്ള 60,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഓരോ വർഷവും 100 രൂപ വർദ്ധിപ്പിച്ച് ഒന്നാം വർഷം 100, രണ്ടാം വർഷം 200, 300, 400, 500 രൂപ ആ കണക്കിൽ വന്നിട്ടുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 3 വർഷത്തെ പെൻഷന്റെ ഭാഗമായി 36 മാസത്തെ പെൻഷൻ 57,000 രൂപ കൊടുത്തിട്ടുണ്ട്. 1,37,000 രൂപയാണ് ഈ ഇനത്തിൽ കിട്ടിയത്. ഈ മാസം 20-ാം തീയതി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള 20-ാം തീയതിയോടുകൂടി ഈ സംഖ്യ മുഴുവനും പൂർത്തിയായി കൊടുക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്ഷേപിക്കുന്ന ഈ നയം കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പണം തരാതിരിക്കാൻ നിവേദനം കൊടുക്കാൻ പോയ കൂട്ടായി പോയ ആളുകൾ BJPയുടെയും കോൺഗ്രസിന്റെയും ആളുകളാണ്. ഈ രണ്ടാളുകൾ മറുപടി പറയണം. UDFന്റെ പ്രതിനിധിയോടാണ് ചോദ്യം. കഴിഞ്ഞ 5 വർഷം മുരളിക്ക് ഇവിടെ ഒന്നും ചെയ്ത് കാണിക്കാനില്ലാത്തത് കൊണ്ടും ലീഗിന്റെ അതൃപ്തി കൊണ്ടുമല്ലേ തൃശ്ശൂരേക്ക് ഓടിപ്പോയെന്നാണ് എൻ്റെ ചോദ്യം. രാജേഷ്, ആദ്യം ഒന്ന് വേഗത്തിലാക്കിയാൽ വളരെ നല്ലത്. എല്ലാവരും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ സമയം മറുപടി പറയുമ്പോൾ അങ്ങ് അനുവദിക്കുന്നില്ല. ചുരുക്കത്തിലാക്കുക. SDPIയുമായി ബന്ധപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞു. അങ്ങ് ദൂരേക്കൊന്നും ഞാൻ പോകുന്നില്ല. വടകര നഗരസഭയിൽ SDPIക്ക് ഒരു മെമ്പറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ ഹക്കീം എന്നാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം പാണ്ഡികശാല വളപ്പാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം വടകര നമ്മൾക്കൊക്കെ പരിചയമുള്ള സ്ഥലമാണ്. അവിടെ SDPIക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് 695. UDFന്റെ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് 642. LDFന് അവിടെ കിട്ടിയ വോട്ട് 34. ഒരു വടകര പോലുള്ള ഒരു സ്ഥലത്ത് LDFന്റെ സ്ഥാനാർത്ഥിക്ക് 34 വോട്ടുകൾ. പ്രത്യുപകാരമായി SDPIയുടെ പിന്തുണയോടെ വടകര അവസാനിച്ചില്ല. പത്തനംതിട്ട ജില്ലയിലെ ആമിന ഹൈദരാലി എന്ന് പറയുന്ന വൈസ് ചെയർമാനെ, പത്തനംതിട്ട നഗരസഭ വൈസ് ചെയർമാനെ അറിയാതിരിക്കില്ല. SDPIയുടെ പ്രതിനിധിയായ ഈ പറഞ്ഞ ആമിന ഹൈദരാലി വൈസ് ചെയർമാനായി പത്തനംതിട്ട നഗരസഭയിൽ ചെയർമാൻ CPM. തീർന്നില്ല. പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് ബിനു ജോസഫ്, പാർട്ടിയുടെ പേര് CPM. അഭിമന്യു കൊല്ലപ്പെട്ട കേസിലെ പ്രതിയായ ഫറൂഖിന്റെ പഞ്ചായത്ത് കൂടിയാണ് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ. അവിടെ CPM ഭരിക്കുന്നത് SDPIയുടെ ഏക അംഗത്തിന്റെ പിന്തുണയോടെ. തീർന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് വെമ്പായം സീനത്ത് BV എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് CPMന്റേതായിരിക്കുന്നു. SDPIയുടെ പിന്തുണയോടുകൂടിയാണ് അവിടെയും. ഒന്നുകൂടി വടകരയോട് ചേർന്ന് കിടക്കുന്ന അഴിയൂരിൽ 2019 UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിശ്വാസം കൊണ്ടുവന്നു. 18 സീറ്റാണ് അഴിയൂരിൽ ടോട്ടൽ ഉണ്ടായിരുന്നത്. LDFന് 6, UDFന് LJDക്ക് 3. ഒരംഗത്തിന്റെ കുറവ് വന്നപ്പോൾ SDPIയുടെ പിന്തുണയോടുകൂടി അഴിയൂർ പഞ്ചായത്തിലെ ഭരണം അട്ടിമറിച്ചത്. ഉദാഹരണം വെക്കുന്നത് അത് സജീഷ് എന്താണെന്ന് വെച്ചാൽ മറുപടി പറയട്ടെ. സജീഷ്, ഈ 2 കാര്യത്തിലുള്ള മറുപടി. അല്ല, ഒരു കാര്യം
ഒന്ന്, അദ്ദേഹം അവതരിപ്പിച്ച എല്ലാ കണക്കുകളും വ്യാജമാണ്. ഒന്ന്, SDP-യുടെ പിന്തുണ. ഈ ചലഞ്ചൊക്കെ കഴിഞ്ഞാണ് സുഹൃത്തെ. ഈ ചലഞ്ചൊക്കെ ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ നന്നായി സെക്കൻഡ് റൗണ്ടിൽ എടുത്ത് പ്രയോഗിക്കുകയാണ്. ഇതൊക്കെ പറയേണ്ട വ്യക്തമായ കണക്കും അവതരിപ്പിക്കേണ്ട രീതിയിലും ഒക്കെ ഇതിപ്പോൾ പേരാമ്പ്ര മാത്രം നിൽക്കുമെന്ന് കരുതിയിട്ടായിരിക്കും ഇത് പറയുന്നത്. ഇത് സംരക്ഷണം ചെയ്യുന്നതാണ്. ഇത് തിരുവനന്തപുരത്തുള്ള ആളുകളും കാണും എന്ന് മനസ്സിലാക്കി പറഞ്ഞാൽ മതി. വെമ്പായത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നന്നായി ചർച്ച ചെയ്യും. അവിടെ ആർക്കാണ് ബന്ധമെന്നും തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ SDP-യുമായി ചേർന്ന് RSS-ഉമായി ചേർന്ന് ഇപ്പോഴും ഭരണം തുടരുന്നത് UDF-ഉം കോൺഗ്രസുമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതൊന്നും പറയുന്നതിൽ ഇവിടെ ആർക്കാ തടസ്സം? ഇവിടെ ആർക്കും ഒരു തടസ്സവുമില്ല. പറയട്ടെ. നിക്കൂ. ഇപ്പൊ ഞാൻ മറുപടി പറയും. ആ മറുപടി പറയുന്നതിൽ എനിക്ക് ഒട്ടും പ്രയാസമില്ല. അതുകൊണ്ട് ഇതെല്ലാം നേരത്തെ ചർച്ച ചെയ്യുകയും, എന്തായാലും ഒരു കാര്യം കൃത്യമാണ് സുഹൃത്തെ, ഇനി ഏതെങ്കിലും ഒരു SDP-കാരൻ വന്ന് ഇങ്ങോട്ട് വോട്ട് ചെയ്താൽ ആ വോട്ടിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് രാജിക്കത്ത് കയ്യിൽ അങ്ങോട്ട് കൊടുത്തു പോരുന്ന പാർട്ടിയാണ് എല്ലാ സ്ഥലത്തും കൊടുത്തിട്ട് തന്നെയാണ്. താങ്കൾ അന്വേഷിച്ചോ? നിങ്ങൾ അന്വേഷിച്ചോ? ഞാനിത് പറഞ്ഞത് നേരത്തെ തന്നെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. പിന്നെ പറയട്ടെ, ഞാൻ ഓരോന്നായിട്ട് പറയാം. താങ്കൾ അങ്ങ് പറഞ്ഞു പോയി കളയാമെന്ന് കരുതണ്ട. ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. വടകരയുടെ രാഷ്ട്രീയ ആവേശമാണ് പേരാമ്പ്ര പടക്കളത്തിലൂടെ നമ്മൾ ഇത്രയും നേരം കണ്ടുവന്നത്. ഇതിവിടെ അവസാനിക്കുന്നില്ല. നാളെയും കാണാം ഇതേ സമയം. മോദി ഗ്യാരണ്ടി കേരളത്തിൽ ചെലവാകുമോ? നമ്മളെ പെട്രോളിന് വില വർദ്ധിച്ചു ഉത്തരേന്ത്യ കക്കൂസ് ഉണ്ടാക്കുക. ഇപ്പോ MP ഫണ്ട് വിനിയോഗം 100%. ആകെ അനുവദിച്ച സംഖ്യ ഇല്ല. അവര് വിയോജിക്കുകയാണ്. അങ്ങനെ ഇല്ല. എവിടെയാണ് ടൗൺ കാണിക്കുക?